ആഹാ, ദേവരുന്നേ എന്ന് പറഞ്ഞ് വേഴാമ്പൽ ഇങ്ങനെ മഴക്കാലത്ത് വാവൊളിച്ചിരിക്കുന്നത് പോലെ നോക്കിയിരുന്നിട്ട് മുഖ്യമന്ത്രിനെ കാണാനിരുന്നിട്ട് മുഖ്യമന്ത്രിയില്ല. എല്ലാവരും കൂട്ടത്തോടെ ഡൽഹിക്ക് ഓട്ടം. എന്നാ KPCC എന്ത് ആസ്ഥാന എന്തുവാ ഇതന്നെ ഉള്ളത്? നന്നായി ഭരിച്ചുകൊണ്ടിരുന്ന കാലാവധി കഴിഞ്ഞ മുഖ്യമന്ത്രി അതിന് മാറിക്കഴിഞ്ഞപ്പോൾ കേരളം ഇവിടെ അനാഥമായി കിടക്കുക. എങ്ങനെയുണ്ട്? ഇപ്പൊ ഭരിക്കാനും ആളില്ല, ഒന്നുമില്ല. ഇടിപിടിക്കാൻ ആളുണ്ട്. അറിയാൻ പാടില്ലെങ്കിൽ ഭരണമൊക്കെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടെത്താ, ഞങ്ങൾ ശരിയാക്കി തരാം. ഇതൊന്നും ഭരിക്കാനായിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നൊന്നുമില്ല. വീട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ധാരാളം. പിന്നെ മനുഷ്യൻ്റെ ഒരു പൾസ് അനുസരിച്ച് ഭരണം നടത്തി കഴിഞ്ഞാൽ ശരിക്കും വിജയിക്കാൻ പറ്റും. നല്ല എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ? എന്നാ സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ യാത്ര, പിന്നെന്തോ ഇന്ദിരാ ഗ്യാരണ്ടി, പിന്നെന്താ കുട്ടികൾക്ക് 1000 രൂപ ഫ്രീ പഠിക്കാൻ, ചെലവ് നടത്താൻ. അയ്യോ എന്തൊക്കെയായിരുന്നു! ഇപ്പം ഒന്നുമില്ല. മുഖ്യമന്ത്രിനെ പോലും കിട്ടാനില്ല. ഇപ്പം ഇടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കിടെ കേരളം എവിടെയെങ്കിലുമൊക്കെ ഉരുളൊക്കെ പൊട്ടി തീരും. അപ്പം പിന്നെ ടെൻഷൻ ഇല്ലാതെ പിന്നെ ഇരിക്കാമല്ല. അതിനാണെന്ന് തോന്നുന്നു ഇപ്പം ഈ കിടന്നുകൊണ്ട് കളിക്കണേന്ന് തോന്നുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും കേസ് കൊടുത്ത് ഇത് പിരിച്ച് വിടാനുള്ള സംവിധാനം ഉണ്ടാകുന്നൊക്കെ ഒരു നിയമപാലകരുത്തൊന്ന് തിരക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വലിയ തൊന്തരപാടി ഇവനെയൊക്കെ കൊണ്ട്. അത് പിണറായി വിജയൻ തന്നെ മര്യാദയ്ക്ക് ഭരിച്ച് കൊണ്ടുപോയാൽ ഇത് ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ BJPക്കെങ്കിലും കൊടുക്കുമായിരുന്നു. കോൺഗ്രസ് ഉള്ള വിശ്വാസമൊക്കെ പോയി. ഒന്നും ഇല്ലേലും നീയൊക്കെ ഇങ്ങനെയൊക്കെ ആയി പോയി തീർന്നേര്, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വോട്ടും കൊണ്ട കുത്തി നശിപ്പിച്ചല്ലോ എന്ന് ഓർത്തിപ്പോൾ പശ്ചാത്താപിക്കുക. ഇപ്പം ഇന്ന് പ്രഖ്യാപിക്കും, നാളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേതാക്കന്മാരുടെ വലിയൊരു പട മുമ്പോട്ട് പോകണം. ഇതൊന്നും നടക്കിയല്ല. ഇല്ലേ എന്നെ എന്തെങ്കിൽ കോഴിക്ക് എന്തൊക്കെ കിളുക്കുമെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം ഈ പാർട്ടിയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു ചുക്കും നടക്കിയല്ല. ഒരു എന്താ പറയണത്, ഇലക്ഷന് നിൽക്കാത്തവനും മുഖ്യമന്ത്രി ആകുമെങ്കിൽ പിന്നെ നമുക്കും ആയിക്കൂടെ? മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇലക്ഷന് നേരിട്ടാൽ പിന്നെ നമ്മൾ ജയിക്കുകയല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞേ ഞാൻ ഒന്നും മനസ്സിലാകണില്ലടേ. നോക്കട്ടെ. ഞങ്ങളുടെ വീട്ടിലൊരു വേഴാമ്പൽ വന്നിരിപ്പുണ്ട്. ഇത് ഇങ്ങനെ മഴ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ പിണറായി വിജയൻ തന്നെ ഭരിക്കട്ടെ. നിങ്ങൾ